അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എല്ലാ ഡിഷിൻ്റെ കൂടെ സർവ് ചെയ്യാൻ പറ്റുന്ന മിക്സഡ് വെജ് മസാല കറിയാണ് ഉണ്ടാക്കുന്നത്. കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് പ്രഷർ കുക്കർ വെച്ച് പ്രഷർ കുക്കർ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് വട്ടത്തിൽ ചെറുതായി മുറിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് വലിയൊരു തക്കാളി ചെറുതായി മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തക്കാളി ഉള്ളിയെല്ലാം വാടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാടി വരുന്ന വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളിയും തക്കാളി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, മറ്റേ മുളകാണെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. മസാലയൊക്കെ പച്ച മണം മാറുന്ന വരെ ഒന്ന് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. ഇത് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് തുറന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. മസാല നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. മസാല നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ക്യാരറ്റ് വട്ടത്തിൽ ചെറുതായി മുറിഞ്ഞതിട്ട് കൊടുക്കാം. വലിയൊരു ഉരുളക്കിഴങ്ങ് ചെറുതായി മുറിച്ചത്, 1/4 കപ്പ് ഗ്രീൻ പീസ് 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാൻ നേരത്തെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിന് ഒരു 1/4 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി കുക്കറിൻ്റെ മൂടി ഇട്ടിട്ട് 3 വിസിൽ വരുന്ന വരെ ഇത് വേവിച്ചെടുക്കാം. ആദ്യത്തെ വിസിൽ വരുന്ന വരെ ഫുൾ ഫ്ലെയിം വെക്കുക. എന്നിട്ട് ഒന്ന് തീ കുറച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം 2 വിസിൽ വന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. 3 വിസിൽ വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിന് കുക്കർ തണുത്തിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് നോക്കാം. പച്ചക്കറി നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് സ്റ്റൗ ഓൺ ചെയ്തിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. കട്ടിയിലാന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി ജ്യൂസ് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. ഇനി കുറച്ച് കടുക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. ചെയ്തൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കടുക് പൊട്ടിച്ചത് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് മെയിൻ ഡിഷിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.